നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. സ്വന്തം സിനിമകൾ മാത്രമല്ല മറ്റുള്ളവരുടെ സിനിമകൾക്കും പൂർണ്ണ പിന്തുണ നൽകാറുണ്ട് മമ്മൂട്ടി. ഓഡിയോ ലോഞ്ചും മറ്റു പരിപാടികളിലുമെല്ലാം അദ്ദേഹം സജീവമായി പങ്കെടുക്കാറുണ്ട്. പുതിയ സിനിമയായ മധുരരാജ റിലീസിംഗിന് തയ്യാറെടുക്കുന്നതിന് ഇടയിലാണ് അദ്ദേഹം ഉയരെയുടെ ഓഡിയോ ലോഞ്ചിലേക്ക് എത്തിയത്. ആസിഫ് അലി, പാർവതി, ടൊവിനോ തോമസ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് ഉയരെ. ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച പെൺകുട്ടിയുടെ വേഷത്തിലാണ് പാർവതി എത്തുന്നത്. സിനിമയുടെ പോസ്റ്ററുകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ വൈറലായി മാറിയിരുന്നു. മനു അശോകൻ സംവിധാനം ചെയ്യുന്ന സിനിമ നിർമ്മിക്കുന്നത് എസ് ക്യൂബ് ഫിലിംസ് ആണ്. പേര് പോലെ തന്നെ വലിയ ഉയരത്തിലെത്തുന്ന സിനിമയാകട്ടെ ഇതെന്നായിരുന്നു മമ്മൂട്ടിയുടെ ആശംസ. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസുമായുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു. ആ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസുമായി തനിക്ക് 40 വർഷത്തെ ബന്ധമുണ്ട്. അവിടുത്തെ പുതിയ തലമുറ സിനിമയിലേക്ക് കടന്നു വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന്റെ സാരഥികളെയെല്ലാം ചേട്ടന്മാരായാണ് കണക്കാക്കുന്നത്. അത്തരത്തിലുള്ള ബന്ധമാണ് ഇവരുടേത്. മമ്മൂട്ടിയുടെ വരവും ആശംസയുമാണ് തങ്ങൾക്ക് വലിയ അനുഗ്രഹമായത് എന്നായിരുന്നു നിർമ്മാതാക്കൾക്ക് പറയാനുണ്ടായിരുന്നത്. ഓഡിയോ ലോഞ്ചിന്റെ വീഡിയോയും ചിത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഗൃഹലക്ഷ്മിയുടെ സിനിമയ്ക്കായാണ് കോഴിക്കോട് വരികയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണെന്ന് അദ്ദേഹം പറയുന്നു. തൃഷ്ണയുടെ ചിത്രീകരണം നടക്കുന്നതിന് ഇടയിലാണ് ഗംഗേട്ടനും ദാമോദരൻ മാഷും കൊടൈക്കനാലിലെ ലൊക്കേഷനിലെത്തിയത്. അഹിംസ എന്ന സിനിമയിലേക്കായിട്ട് നേരിട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവരെത്തിയത്. ഈ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ടെന്നും അത് ചെയ്യാൻ താൻ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു അവർ പറഞ്ഞത്. അന്ന് താൻ കുറച്ച് സിനിമകളിലെ അഭിനയിച്ചിരുന്നുള്ളൂ. ഇൻഡസ്ട്രിയിൽ എത്രയോ താരങ്ങളുണ്ടായിട്ടും അവർ ആ കഥാപാത്രത്തെ തനിക്കായി മാറ്റിവെക്കുകയായിരുന്നു. ആദ്യമായി തനിക്ക് അവാർഡ് കിട്ടുന്നതും ആ സിനിമയിലൂടെയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സഹനടനുള്ള പുരസ്കാരമായിരുന്നു അന്ന് ലഭിച്ചത്. പ്രോത്സാഹനമാണെങ്കിലും അത് തന്നെ മോശമാക്കിയെന്ന് മമ്മൂട്ടി പറഞ്ഞു. സിനിമയെ സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന തന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ വടക്കൻ വീരഗാഥയിലേക്ക് തന്നെ തെരഞ്ഞെടുത്തതിന് പിന്നിലും ഇവരുടെ നിർബന്ധമായിരുന്നു. എന്നെ തന്നെ വേണമെന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഇവരുടെ നിർബന്ധം തന്നെയാണ്. ഇത് പുതിയ തലമുറയിൽപ്പെട്ട സിനിമകളുടെ കാലമാണെന്നും ഇപ്പോഴും താനൊക്കെ ഇവിടെ എന്നും അദ്ദേഹം പറയുന്നു. കാലം മാറുന്തോറും സിനിമയുടെ രൂപവും ഭാവവും ഒക്കെ മാറും. ഗംഗാധരേട്ടന്റെ 3 കുട്ടികളാണ് ഈ ചിത്രത്തിന്റെ പിറകിൽ. ഗൃഹലക്ഷ്മിയുടെ അടുത്ത തലമുറ നിർമ്മാണ രംഗത്തെത്തുന്നതിൽ സന്തോഷമുണ്ട്. സ്ത്രീകൾ അധികമില്ലാത്ത മേഖലയിലേക്കാണ് ഈ 3 പെൺകുട്ടികൾ ധൈര്യപൂർവ്വം കടന്നു വരുന്നത്. ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഉയരത്തിലെത്തട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. തന്റെ 2 സൈഡിലുമായി നിൽക്കുന്ന ആസിഫ് അലിയെയും ടൊവിനോ തോമസിനെയും കണ്ട് ഇവരായിരിക്കുമല്ലേ സിനിമയിലെ നായകന്മാർ എന്നും മമ്മൂട്ടി ചോദിച്ചിരുന്നു. മമ്മൂക്കിയുടെ വരവിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നായിരുന്നു ഇരുവരും പറഞ്ഞത്. തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മധുരരാജയ്ക്ക് ടൊവിനോ ആശംസകൾ നേർന്നിരുന്നു. വിനോദ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ.